പശ്ചിമേഷ്യയിലുള്ള നടക്കുന്ന ഈ സംഘർഷം എന്ന് പറയാൻ പറ്റില്ല, വൺ സൈഡ് ജനോസൈഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അവരുടെ പരമാധികാരത്തെ കയറി ഇസ്രയേലും അമേരിക്കയും, ലോകശക്തികളായ ഇസ്രയേലും അമേരിക്കയും കയറി നരനായായിട്ട് നടത്തുക. എന്തിന്? ആർക്കറിയാം? ഓൽക്ക് തന്നെ അറിയില്ല. ഇപ്പൊ മാർക്കോ റൂബിയോ ചേർക്കണ്ടില്ലേ, ഓൽക്ക് പറയാനൊരു ന്യായം പോലും ഇല്ല. എന്തിനാണ് ഇത് ഞങ്ങൾ ചെയ്തത് എന്ന് പറയാനുള്ള ന്യായമില്ലാതെ ഒരുമാതിരി ഗുണ്ടായിസം കാണിക്കുക. ഇവരെ പിടിച്ചു കെട്ടാൻ ലോകത്ത് വേറെ ആരുമില്ലേ? ഇപ്പോ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആ ഒരു സാമീപ്യം അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിൽ ആശിച്ചു പോവുകയാണ്. ഹിറ്റ്ലർ എന്ന് പറയുന്ന മഹാനായ വ്യക്തി, ഞാൻ അദ്ദേഹത്തെ അങ്ങനെയാണ് പറയാ, മഹാനായ വ്യക്തി. അദ്ദേഹം ഈ ജൂത പരുഷങ്ങളെ കൊന്നൊടുക്കിയത് കുറച്ചെണ്ണം ബാക്കി വെച്ചല്ലോ. ഇപ്പൊ ഈ ലോകത്തുള്ള മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് ജന്തുക്കളെ കൊണ്ട്, ഈ ഒരു നരഭോജികളെ കൊണ്ട്. ഇറാൻ ആണെങ്കിലും ഫലസ്തീൻ ആണെങ്കിലും ലബനാൻ ആണെങ്കിലും സിറിയ ഇങ്ങനെയുള്ള ചെറുകിട രാഷ്ട്രങ്ങളെയൊക്കെ ഇവര് കൊന്നൊടുക്കുക. ഇവർ കൊന്നൊടുക്കുന്നത് മറ്റൊരു കാര്യത്തിനാട്ടോ, ഈ കുട്ടികളെ. ഒരു അക്രമം നടക്കുമ്പോൾ ആദ്യം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇവരുടെ ഒരു മൂർത്തിയുണ്ട്, ഒരു കാളക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. കാളന്റെ മുഖം കൊമ്പൊക്കെ വെച്ചിട്ടൊരു സാധനം. ആ ഒരു ജന്തുവിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇവര് കുട്ടികളെ കൊല്ലുന്നത്. കുഞ്ഞുങ്ങളെ രക്തം അവർ ചിന്തുന്നത് അതാ, കൊന്നു കളയുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അതിനു വേണ്ടിയിട്ടാണ്.